സാത്വികമായ ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് ആരാധനയായിരിക്കും ഉണ്ടാവുക? സാത്വികമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പൊതുവെ വിഷ്ണു ആരാധന, അങ്ങനെയുള്ള ശ്രീകൃഷ്ണ അങ്ങനെയൊക്കെയുള്ള ഇതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അല്ല, ഏതൊരു മതം എടുത്ത് നോക്കിയാലും അവർക്ക് മതപഠന നിർബന്ധമാണ്. പക്ഷെ നമുക്കത് ഇല്ല. ഇപ്പൊ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ, അതായത് നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് തോന്നലുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചാൽ മതി അല്ലേ? എല്ലാവരെയും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ലല്ലോ ഇതൊന്നും. മറ്റുള്ള ലോകങ്ങളിലുള്ള പിതൃലോകങ്ങളിലും ഗന്ധർവ ലോകങ്ങളിലും ഒക്കെ ഉള്ള എന്തിനേക്കാളും ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഭൂമി തന്നെയാണ്. ഇന്ന് സമൂഹത്തിൽ മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എത്രയോ ഉണ്ടെങ്കിലും അത് കുറച്ച് സൂക്ഷ്മമൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് ആളുകൾ പെട്ടെന്ന് ഫലം കിട്ടുന്നതിലും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതിലൊക്കെ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് ശ്രീ ശാരദ അദ്വൈതാശ്രമത്തിലെ സ്വാമി സത്യാനന്ദപുരിയാണ്. സ്വാമി നമസ്കാരം. സ്വാമി, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഭാരത സംസ്കാരത്തിൽ സനാതന ധർമ്മത്തിന്റെ പ്രാധാന്യം എന്താണ് ശരിക്കും സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുള്ളത് പൊതുവെ സനാതന ധർമ്മം എന്ന് പറയുമ്പം ഗുരുശിഷ്യ ബന്ധമാണ് അതിൽ വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഭാരത സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദേവീദേവ പരമ്പരയിലുള്ള ആരാധനകളുണ്ട്, ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ജാതി മതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. ശരിക്കും ഇതിൽ ഏതാണ് ശരി? ഗുരുശിഷ്യ ബന്ധമാണോ അതോ ഈ രീതിയിലുള്ള ആരാധന പരമ്പര ചേർന്നതാണോ സനാതനധർമ്മം? സനാതനധർമ്മം എന്നത് വളരെ വിപുലമായിട്ടുള്ളൊരു ശബ്ദമാണ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, എല്ലാ ശാശ്വതമായിട്ടുള്ളത്, എല്ലാ കാലത്തും ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ആ ശബ്ദം വരുന്നത്. അപ്പം മറ്റൊരർത്ഥം സനാതനൻ്റെ, ഈശ്വരൻ്റെ ധർമ്മം, ഈശ്വരനിലേക്കുള്ള ധർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് ആ ശബ്ദം ഉള്ളത്. പക്ഷേ അത് ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇപ്പം അനേകം ഗുരു ശിഷ്യ പരമ്പര നമുക്ക് ഇതിഹാസ പുരാണങ്ങളിലൊക്കെ കാണാം. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ്. വേദങ്ങൾ പ്രധാനമായിട്ട് 4 വേദങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ വേദം അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവ് എന്ന് ചിന്ത വരും. അപ്പം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, ഈശ്വരനെക്കുറിച്ചുള്ള, അതേപോലെ തന്നെ ഇത് അന്വേഷിക്കുന്ന തന്നെക്കുറിച്ച് എന്നുള്ള അറിവ് എന്ന് ആ ഒരു അറിവിനെ തേടി നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു അർത്ഥത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഇതുകൊണ്ട് തന്നെ പല പല ദേവതാ ആരാധനകളും പല പല വ്യത്യസ്തമായിട്ടുള്ള ഉപാസന രീതികളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ വേദത്തെക്കുറിച്ചും കൂടി ലളിതമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. അതിലൊക്കെ ദേവതകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന, പ്രകൃതിയെ മുഴുവൻ ദേവതയായിട്ട് കണ്ട്, അതായത് പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് പ്രപഞ്ചം എന്ന് തന്നെ പറഞ്ഞാൽ 5 ചേർന്നതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ള പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആരാധനകളും ഒരേ ഈശ്വരനിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ് സനാതനധർമ്മത്തിലുള്ള. അത് ഇങ്ങനെ വ്യത്യസ്തതകൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും മനുഷ്യൻ വ്യത്യസ്തനാണ്. അപ്പം ഓരോ വ്യക്തികളിലും നമ്മുടെ ഗുണഘടനയനുസരിച്ച് 3 ഗുണങ്ങളുണ്ട് എന്ന് പറയും, സത്വരജസ്തമോ ഗുണങ്ങൾ. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചേർച്ചയ്ക്ക് അനുസരിച്ച് ഒരാളെ പോലെ മറ്റൊരാളില്ല. അപ്പം ഒരാൾക്കൊരു ഇഷ്ടദേവത ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു ദേവതയായിരിക്കും. അപ്പം ആ ഒരു വൈവിധ്യത്തെയൊക്കെ ഉൾക്കൊള്ളുന്നൊരു ധർമ്മമായതുകൊണ്ടാണ് വൈവിധ്യമാർന്ന ആരാധനാ പദ്ധതികളും വൈവിധ്യമാർന്ന മാർഗങ്ങളും ഒക്കെ ഉള്ളത്. അതൊക്കെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. മറ്റുള്ള ഒരേ രീതിയിൽ ആരാധിക്കണം, ഒന്ന് മാത്രമാണ് എന്നൊക്കെ പറയുന്ന, പക്ഷേ എല്ലാം ഏകത്വത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രകടീകരണങ്ങളാണ് എന്നുള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് സമൂഹത്തിൽ മനസ്സിലാക്കാനുള്ള
മാർഗങ്ങൾ എത്രയോ ഉണ്ടെങ്കിലും അത് കുറച്ച് സൂക്ഷ്മമൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് ആളുകൾ പെട്ടെന്ന് ഫലം കിട്ടുന്നതിലും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതിലൊക്കെ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ തത്വം മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. അങ്ങനെ അനേകം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മൾക്ക് സമൂഹത്തിലൊക്കെ കാണുന്നത്. ഇപ്പൊ സ്വാമി പറഞ്ഞില്ലേ 3 ഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ ഒരു ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണോ ആളുകൾ ഈ അതായത് ദേവി ദേവ ആരാധനയിൽ ഇപ്പം ദേവന്മാരെ പോലും സെലക്ട് ചെയ്യുന്നത്? അതായത് രജോ ഗുണം ഉള്ളപ്പോൾ ആളാണെങ്കിൽ ഇപ്പം കാളി ദേവി ആ ഒരു രീതിയിലാണോ വരുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സാത്വികമായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ദേവതകൾ, സാത്വികമായ ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് ആരാധനയായിരിക്കും ഉണ്ടാവുക? സാത്വികമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പൊതുവെ വിഷ്ണു ആരാധന, അങ്ങനെയുള്ള ശ്രീകൃഷ്ണ അങ്ങനെയൊക്കെയുള്ള ഇതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി ഒരു രജോ ഗുണം, അങ്ങനെയുള്ള കുറച്ച് ഈശ്വരന് കുറച്ച് ശക്തിയൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എല്ലാത്തിലും എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും ചില വിശേഷമായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെയുള്ള അവരെ ജീവിത രീതിയൊക്കെ അനുസരിച്ച് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒക്കെയാണ് കാണുന്നത്. ശരിയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ആരാധനകളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവനിൽ? ശരിക്കും നമ്മൾ പറയല്ലോ നമ്മൾ പരബ്രഹ്മത്തിലേക്ക് അല്ലെ നമുക്ക് മോക്ഷം കിട്ടാൻ. അപ്പം ചില ആരാധനാ രീതികളിലൂടെ പോകുമ്പോൾ അത് കിട്ടുന്നുണ്ടോ ശരിക്കും? ഏതൊരു രീതിയിൽ പോയി കഴിഞ്ഞാലും ചിലർ പറയാറുണ്ട് ഏത് റൂട്ട് പോയാലും നമ്മൾ അങ്ങോട്ട് എത്തുമെന്ന് പറയാറുണ്ട്. അങ്ങനെ എത്തുമോ? തീർച്ചയായിട്ടും നല്ല സംശയമാണ്. കാരണം ഓരോ ആളുകൾക്കും അവരവരെ ഗുണഘടനയെ അനുസരിച്ചുള്ള ദേവതകളാണ് വരുന്നത്. അപ്പം പൊതുവായിട്ടൊരു ഇപ്പം ഇന്നത് ഗുണമാണ് ഇന്നത് ദോഷമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അവർക്ക് സംതൃപ്തി ഉണ്ടാവുന്നതിലാണല്ലോ അവര് ആരാധിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്നിന് ഉപാസന എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അതിനെയൊന്നും നമുക്ക് തെറ്റാണെന്നോ വേണ്ടാത്തതാണെന്നോ നിന്ദിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ചേർന്നതാണ് സനാതനധർമ്മം. അപ്പം ഒന്നിനെയും നമുക്ക് മോശമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല. അപ്പോൾ ആ വൈവിധ്യങ്ങളുടെയൊക്കെ ഒരു സമന്വയമാണ് ശരിക്കും സനാതനധർമ്മം. കാരണം എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ക്രമികമായിട്ട് ഓരോ സ്റ്റെപ്പ് കടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. അതെ, നമ്മൾക്ക് പറയല്ലോ പൊതുവെ ഹൈന്ദവ സംസ്കാരത്തിൽ നമ്മൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മതങ്ങളെ സംബന്ധിച്ച് നമുക്ക് മതപഠനം പൊതുവെ കുറവാണ്. ആവശ്യമുള്ളവന് പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സിസ്റ്റം വന്നത്? കാരണം നമ്മുടെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അല്ല, ഏതൊരു മതം എടുത്ത് നോക്കിയാലും അവർക്ക് മതപഠനം നിർബന്ധമാണ്. പക്ഷെ നമുക്കതില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതെ, അത് ഇപ്പൊ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നിർബന്ധമില്ല എന്ന് നമുക്ക് പറയാം. അതെ, പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠന സംവിധാനം നമുക്കുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ദർശനങ്ങളുടെയും അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഭഗവത്ഗീതയൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠന സംവിധാനമുണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും ഇതൊക്കെ കിട്ടേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. നമ്മളെ കുടുംബത്തിൽ നിന്ന്. കാരണം നമ്മളെ സാമൂഹികമായിട്ട് നമ്മൾ കടന്നു വന്ന ചരിത്രങ്ങളിലും ഒക്കെ തന്നെ പല കാലങ്ങളിലായിട്ട് പല വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങളും പല ആശയങ്ങളുടെ സ്വാധീനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു നിഷ്ഠയിൽ നിന്ന് നമ്മുടെ സമൂഹം കുറച്ചൊക്കെ വ്യതിചലിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എല്ലാ കാലത്തും ആ ഒരു പഠന വ്യവസ്ഥ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കുടുംബത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് കൈമാറി കൊടുക്കാൻ ഇപ്പം അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ഒക്കെ ആണല്ലോ കുട്ടികൾ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ആചാര്യന്മാർ അവർക്ക് ആ ഒരു അറിവ് കൊടുക്കാനുള്ള പ്രാപ്തി അവർ നേടുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അപ്പൊ സ്വാമി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം വേറെ മതങ്ങളിലാണെങ്കിൽ അവർക്ക് നിർബന്ധ പഠനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് വേണമെങ്കിൽ, അതായത് നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് തോന്നലുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചാൽ മതി അല്ലേ? എല്ലാവരെയും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ലല്ലോ ഇതൊന്നും. ശരിയാണ് സ്വാമി പറഞ്ഞത്. പിന്നീട് ഒരു ചോദ്യം, സ്വാമി ശങ്കരാചാര്യ പരമ്പരയിൽ വരുന്ന ഒരാളല്ലേ? എങ്ങനെയാ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഗുരു എന്ന് പറയുമ്പം നമ്മൾ എല്ലാത്തിനും അതീതമായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പം ജ്ഞാനപാനയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതായിട്ട്, ഞാൻ അത് മുഴുവനായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ സന്യാസിമാർ സ്വാമിമാരായിട്ട് സംസാരിക്കും പറഞ്ഞ കാര്യമാണ്,
അതിൽ പറയുന്നുണ്ടല്ലോ, ദേവേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു കലിയുഗത്തിൽ ഒരു പുല്ലായെങ്കിലും ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവീ ദേവന്മാർ പോലും ഈ ഒരു കലിയുഗത്തിൽ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ദേവീ ദേവ ആരാധനയാണ്. അതിലും മുകളിലാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് സ്വാമി? ആ ഒരു നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ടും, നമ്മളൊരു പുൽക്കൊടിയായിട്ടല്ലല്ലോ, മനുഷ്യനായിട്ട് ജനിച്ചിട്ടും നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് സ്വാമിക്ക് എന്താ പറയാനുള്ളത്? അത് ശരിക്കും ഭാരത മഹിമ പറയുന്ന സ്ഥലത്താണത് പറയുന്നത്. കാരണം ഭാരതം ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, ശരിക്കും പഠിക്കുന്ന സമയത്ത് അനേകം ഗുരു പരമ്പരകൾ നിലനിന്ന, ലോകത്തിന് മുഴുവൻ ശാന്തിയെ പ്രദാനം ചെയ്തൊരു നാടായിട്ടാണ് ആർഷ ഭാരത പാരമ്പര്യം. ഋഷിമാരാണ് നമ്മളെ ആ ഒരു അറിവിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ മാനിക്കുന്നത്. അപ്പം ആ ഒരു ഭാരത വർഷത്തിൽ ജനിക്കുക, മനുസ്മൃതിയിലൊക്കെ ഭാരത ഭൂമിയെ സ്തുതിക്കുന്നുണ്ട്. ദേവന്മാർ പോലും ഇവിടെ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ഒരു ഋഷിമാർ ആ ഒരു ഈശ്വര മനുഷ്യനായിട്ട് ജനിച്ച് ഈശ്വരത്വത്തിലേക്ക് ഉയർന്ന ആ ഒരു പുണ്യ ഭൂമിയോടുള്ള ആരാധന കൊണ്ടാണ്. മാത്രമല്ല ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്, മറ്റുള്ള ലോകങ്ങളിലുള്ള പിതൃലോകങ്ങളിലും ഗന്ധർവ ലോകങ്ങളിലും ഒക്കെ ഉള്ള എന്തിനേക്കാളും ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഭൂമി തന്നെയാണ്. നമ്മൾ കണ്ണാടിയിൽ ഈശ്വര കാണുന്നത് പോലെ ഈശ്വര ദർശനത്തിനുള്ള സാധ്യത ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത്. അതായിരിക്കും ഈ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ശരിയാണ്. അതുകൊണ്ടായിരിക്കും അല്ലേ ഈ ഒരു ആരാധനാ രീതികളും പ്രാർത്ഥനാ രീതികളും ഒക്കെ വന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ആശ്രമത്തിന്റെ രീതി എങ്ങനെയാണ്? അതായത് ഏത് ആശയത്തെ ഫോളോ ചെയ്തിട്ടാണ്? വേദ ഉപനിഷത്തുകളും വേദ പഠനം അങ്ങനെയാണോ പോകുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതിയാണോ? ഏത് രീതിയിലാണ് ഈ ഒരു ആശ്രമം എന്നത്? ശരിക്ക് ചിദാനന്ദപുരി സ്വാമിജി സ്ഥാപിച്ചതാണ് കൊളത്തൂര് അദ്വൈതാശ്രമം. 1992 സ്ഥാപിച്ചതാണ്. അതിനുശേഷം സ്വാമിജി പ്രസ്ഥാനത്രയങ്ങളുടെ അടിസ്ഥാനത്തിൽ ശങ്കരാചാര്യ മുന്നോട്ട് വെച്ചിട്ടുള്ള, ശങ്കരാചാര്യ സ്വാമിജി ഏറ്റവും വലിയൊരു പ്രചാരകനായിട്ട് നിന്നത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെതാണ്. ആ ഒരു അദ്വൈത സിദ്ധാന്തം ആണ് സനാതന ധർമ്മത്തിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെ. ആ ഒരു അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുക എന്നുള്ള എന്താണ് ഈ ഒരു ആശ്രമ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. കാരണം പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും ദശോപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ചേർന്നതാണ്. ഇതിലൊക്കെ പറയുന്നത് ഏകമായ ഈശ്വരനെയാണ്. അതാണ് അദ്വൈതം. രണ്ടാമതൊന്നില്ലാത്ത, എല്ലാം ഒന്നിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടീകരണങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നതും മറ്റ് ഓരോ വ്യക്തികൾ പറയുന്നതും എല്ലാത്തിലും ആ ഉണ്മ ഏകമാണ് എന്നുള്ള ആ ഒരു സിദ്ധാന്തം. അതാണ് വൈവിധ്യമാർന്ന് നമുക്ക് പല രീതിയിലായിട്ട് കാണുന്നത്. അതാണ് അദ്വൈത സിദ്ധാന്തം. ആ ഒരു ഏകത്വത്തിൽ നമുക്ക് ആരെയും ഒഴിവാക്കാനില്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള, വൈവിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനോഭാവം, അതാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം വൈരുദ്ധ്യങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പം അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അതിൻ്റെയൊക്കെ തത്വം ഏകമാണ് എന്നുള്ളതാണ്. ശരിയാണ്.